നമ്മുടെ ലാലേട്ടനെ വെച്ചൊരു കിട്ടുന്ന സാധനം സെറ്റ് ചെയ്യണമെന്നുണ്ട്. ലാലേട്ടനോട് ആക്ച്വലി കഥയൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ യെസ് പറയും. ക്രിറ്റിസിസം പോയിന്റ് ഓഫ് വ്യൂല് ശരിക്കും അതെങ്ങനെ ആസ് എ ഡയറക്ടർ കാണുന്നത്? പക്ഷെ ഞാൻ വിചാരിച്ചു മേ ബി ഈ സ്റ്റോറി വർക്ക് ആവത്തില്ല. പടത്തിന്റെ ഒരു 90% ഏകദേശം ആൾക്കാർക്ക് വർക്ക് ആയി എന്ന് പറയുന്നു. 10% ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പൊ തന്നെ സ്റ്റിൽ ഹംഗ്രി ടു ഡു തിങ്സ് ഡിഫറെന്റ്ലി. അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. മറ്റേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല, മറ്റേ ഞെക്കടാന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഈ ടീമിന്റെ കൂടെ ഞാനും ഉണ്ട്, ഞെക്കടാ. ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യണ്ട? ഇത്രയും ലേറ്റ് ആയിട്ടാണോ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണ്ടേ? ഇതൊക്കെ നേരത്തെ തീർത്ത് വെക്കണ്ടേ? നമ്മളെ കാണുമ്പോ തന്നെ ഇങ്ങനെയൊക്കെയാണ്. അവരെല്ലാരും ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു ബിലീവബിലിറ്റി ഫാക്ടർ. താടിയില്ലാത്ത ലാലേട്ടന്റെ ഫോട്ടോ പിന്നില്ലേ, അടിപൊളിയല്ലേ ബ്രോ. അത് ആദ്യത്തെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അവർക്കൊന്നും ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ബെസ്റ്റ് ബോയ് ഷാഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആ മസിൽമാൻ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് വിശാഖ് ആ ടേക്കിന് തൊട്ട് മുമ്പ് എന്റെ അടുത്ത് വന്ന് പറയുന്ന ഐഡിയ. ചെറിയാന്നുള്ള ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞ ഇത്രയും സീൻസ് ഉണ്ടായിരുന്നില്ല. ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ലാലേട്ടൻ സ്റ്റോറി എന്തായിരിക്കും ശരിക്കും? നമ്മള് വണ്ടിയിൽ പോകുന്നു, ആൾക്കാർ ഫാൻസുകാരൊക്കെ ഇങ്ങനെ വന്നു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് 2026 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ ഒന്നാണ് ചത്താപ്പച്ച. സോ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ദ ഡയറക്ടർ അദ്വൈത് നായർ. സോ വെൽക്കം. ഇപ്പോ എല്ലാ ഭാഷകളിലും റിലീസായി. ശരിക്കും എന്താ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഫസ്റ്റ് സിനിമ ഇത്രയും ഭാഷകളിലേക്ക് ഒറിജിനലി ഡബ് ചെയ്യുന്നു, അതെല്ലാവരിലേക്കും റീച്ചായി. എന്താ ഒരു പേഴ്സണൽ ഫീല്? പറയാനോ ബ്രോ, ഹാപ്പിയാണ്, വെരി ഗ്രേറ്റ്ഫുൾ. ഇതൊക്കെ ഇപ്പോഴും റിയാലിറ്റി ആണെന്ന് ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറെ ലോട്ട് ഓഫ് സ്വീറ്റ് മെസ്സേജസ് കമ്മിങ് ഇൻ, ഗുഡ് തിങ്സ്, വെരി ഹെൽത്തി ക്രിറ്റിസിസം ആസ് വെൽ. അപ്പൊ അതെല്ലാം ഒന്ന് ഇൻടേക്ക് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോഴും ടേക്കിംഗ് റോൾ ഇൻ. കാരണം കഴിഞ്ഞ 3 വർഷം ആക്റ്റീവ്ലി ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഫുൾ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻസ് കാണുമ്പോൾ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈ ശരിക്കും ഈ WWE ഒരു ഗ്ലോബൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു, അതായത് ഏറ്റവും ഓതന്റിക് വേർഷനിൽ അത് സെർവ് ചെയ്യുന്നു, അതിനൊരു ഓതന്റിക് ആയിട്ട് ബ്രാൻഡ് ചെയ്യുന്നു. അതായിരുന്നു ചത്താപ്പച്ചയുടെ ഫസ്റ്റ് ഏറ്റവും ആളുകളിലേക്ക് അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ. ഈ ചത്താപ്പച്ച എന്തുകൊണ്ട് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ തോട്ട് വരാൻ കാരണം? മെയിൻ തിങ് ഈസ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറിനെക്കാളും നൊസ്റ്റാൾജിയ ഫാക്ടർ. അതിപ്പോ ഏതൊരു കൺട്രിയിലും നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ ഐ തിങ്ക് ഏകദേശം റിലേറ്റബിൾ ആയിരിക്കും. ഞാൻ എൻ്റെ കസിൻസിന്റെയും എൻ്റെ ലൈക് ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം ബെഡിൽ ഇതേപോലെ ഈ സ്റ്റൺസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ആ ഒരു ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഒരു ഫാൻസ് ആയിരുന്നു നമ്മളൊക്കെ. സ്കൂൾ ബസ്സിൽ പോകുമ്പോഴും ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ. സോ ദർ വാസ് എ നൊസ്റ്റാൾജിയ ഫാക്ടർ ദർ ദാറ്റ് I felt we could tap into. And എനിക്ക് ആസ് എ ഡയറക്ടർ ഓർ ആസ് എ സ്റ്റോറി ടെല്ലർ, എനിക്ക് WWE-നെക്കാട്ടിലും എൻ്റെ ഒരു മെയിൻ റെഫറൻസ് വാസ് US, മെക്സിക്കോ പോലത്തെ കൺട്രീസിലുള്ള ചെറിയ ചെറിയ റെസ്ലിംഗ് ക്ലബ്സ്. ആസ് ഇൻ അവിടുത്തെ ആൾക്കാരായിരുന്നു എൻ്റെ റെഫറൻസ്. അതെനിക്ക് ലോക്കൽ റെസ്ലിംഗ് ക്ലബ്സ്, ഭയങ്കര ഒരു DIY സോർട്ട് ഓഫ് ലൈക്ക് റെസ്ലിംഗ് ക്ലബ്സ്. അവിടുത്തെ ആൾക്കാരുടെ ഇന്റർവ്യൂസും വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ആൾക്കാരായിട്ട് എന്തോ റിലേറ്റബിൾ, ഭയങ്കര ഒരു കമ്പാരബിൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഇവരൊക്കെ ഇങ്ങനത്തെ റെസ്ലിംഗ് ക്ലബ്സിലെ ആൾക്കാർ, അവർക്ക് വേറെ ജോലികളൊക്കെ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ, ഒരു സ്കൂൾ ടീച്ചർ, ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, ആഴ്ചയിൽ 1-2 തവണ ഒരു പബ്ലിക് സ്കൂളിന്റെ ഒരു റെന്റഡ് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കൂടുന്നു. വൈകുന്നേരം ആകുമ്പോൾ ലൈക്ക് യു ആൻഡ് ഐ വിൽ ഹെൽപ്പ് ഈച്ച് അതർ പുട്ട് ഓൺ മേക്കപ്പ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കോസ്റ്റ്യൂംസ് തന്നെ നമ്മൾ ഇടുന്നു. ആൾക്കാർ രാത്രി ആകുമ്പോൾ ബിയർ ക്യാൻ ആയിട്ട് വരുന്നു. അങ്ങനെ ദീസ് പീപ്പിൾ ഗെറ്റ് ടു ലിവ് ഔട്ട് ദർ ഓൾഡ് ഡ്രീംസ് വൺസ് ഓർ ട്വൈസ് എ വീക്ക്. ഇങ്ങനെ ഹൈ ഫ്ലൈങ് സ്റ്റൺസ് ഒക്കെ ചെയ്യുന്നു, ചതവും മുറിവ് ഒക്കെ ആവുന്നു. എന്നിട്ടും അവർ തിരിച്ച് ജോലി ചെയ്യാൻ തന്നെ പോകുന്നു. അപ്പോൾ എവിടെയോ അവർക്ക് അറിയാം പ്രാക്ടിക്കലി അവർക്ക് വേറെ ജോലി ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ദേ റിഫ്യൂസ് ടു ഗിവ് അപ്പ് ഓൺ ദിസ് ഡ്രീം. ആ ഒരു സാധനം എനിക്ക് ഇങ്ങോട്ടേക്കൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് അടിപൊളിയായിരിക്കും എന്ന് തോന്നിയായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ കൊച്ചി എന്ന് ചൂസ് ചെയ്യാൻ ഉള്ളൊരു കാരണം. ഫസ്റ്റ് ദ പീപ്പിൾ over here. Second is ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ, ദാറ്റ് we will not give up no matter what. Next is കൊച്ചി നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഹബ്സ് ആണ് പഴയ ഗാട്ട ഗുസ്തിക്ക്. ഗാട്ട ഗുസ്തിയുടെ ഒരു പണ്ടത്തെ ഒരു കൊച്ചി വാസ് എ മെയിൻ പ്ലേസസ്, വൺ ഓഫ് ദ മെയിൻ പ്ലേസസ് ഫോർ ദാറ്റ്. അപ്പൊ
ഗാട്ടാ ഗുസ്തിയിൽ നിന്നും തുടങ്ങിയാൽ കുറച്ച് റിലേറ്റബിൾ ആയിരിക്കും. എന്നിട്ട് ഐ തോട്ട് ഐ കൻ ടേക്ക് ഓഡിയൻസസ് ടു എ വെസ്റ്റേൺ കോൺസെപ്റ്റ് ലൈക്ക് ദിസ് കോസ്റ്റ്യൂം ഗുസ്തി. നമ്മുടെ സിനിമയിലെ കോസ്റ്റ്യൂം ഗുസ്തി എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്രാവൽ ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും എന്ന് തോന്നി. പ്ലസ് കൊച്ചിയിൽ എന്ത് നടന്നാലും പോസിബിൾ ആണ്. ലൈക്ക് നോ വൺ വിൽ സേ ഇതെങ്ങനെ നടക്കാനാണ്. കാരണം കുറെ കൾച്ചേഴ്സ് ഒരുമിച്ച് ഇൻ ഹാർമണി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഫോർട്ട് കൊച്ചി. ഒരു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു കൊങ്കണി കമ്മ്യൂണിറ്റി ഉണ്ട്, തമിഴ് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ഉണ്ട്, ഗുജറാത്തി കമ്മ്യൂണിറ്റി, എല്ലാരും കോ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിനിമയുടെ ക്യാരക്ടേഴ്സ് തന്നെ ഓൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് അങ്ങനെയൊക്കെ. സോ അവിടെ നിന്നായിരുന്നു ആ ഒരു മെയിൻ ഐഡിയ വന്നത്, ടു ബ്രാൻഡ് ഇറ്റ് ദിസ് വേ. ബട്ട് ഞാനും എന്റെ പ്രൊഡ്യൂസർ ഷിഹാനും എപ്പോഴും പറയുന്ന പോലെ we were very sure about one thing, it is that നമ്മൾ ആൾക്കാരെ ഈ ലോകത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഇറ്റ്സ് ത്രൂ റെസ്ലിംഗ്. പക്ഷെ ഇൻവൈറ്റ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ റെസ്ലിംഗും വേണം. അതിനൊപ്പം അവർക്കൊക്കെ അറിയാവുന്ന, അവർക്ക് ഈ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ഇത് ഞാനും എന്റെ ഫ്രണ്ട്സ് ആണല്ലോ എന്ന് ഫീൽ ചെയ്യണം. ആ ഒരു ബ്രദർഹുഡ് ഫീൽ ചെയ്യണം. സോ വി ഓൾവേസ് യൂസ് ടു സേ കം ഫോർ ദ റെസ്ലിംഗ്, സ്റ്റേ ഫോർ ദ ബ്രദർഹുഡ്. അങ്ങനെ ദാറ്റ് വാസ് our original idea for the branding. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഈ ഡെയിലി ജോലി ചെയ്യുന്ന ഒരുപാട് പേര് വീക്കെൻഡ്സിൽ ഭയങ്കരമായി ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്. ഈ റിയൽ ലൈഫ് റെഫറൻസുകളൊക്കെ നിങ്ങൾ റിസർച്ചിന്റെ ഭാഗത്തേക്ക് പോയപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ? പിന്നെ അങ്ങനെ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്തു. ഇതിന്റെ ഒരു റെഫറൻസ് പോയിന്റ്സ് ഇൻ ടേംസ് ഓഫ് പീപ്പിൾ എനിക്ക് ആക്ച്വലി കിട്ടിയത്, ഞാൻ ചത്താപ്പച്ചയ്ക്ക് വേണ്ടി റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയതാണ്. ഞാൻ അസിസ്റ്റ് ചെയ്തൊരു സിനിമ തുറമുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ റിസർച്ച് തൊട്ട് ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. സോ കുറച്ച് മാസങ്ങൾ ഞാൻ കൊച്ചിയിൽ തന്നെ രാജീവ് രവി സാറിനെ അങ്ങോട്ടേക്ക് അയച്ച് ഞാൻ അവിടുത്തെ കുറച്ച് ചേട്ടന്മാരായിട്ട് ചില്ല് ചെയ്ത് കഥകളൊക്കെ കേട്ടറിഞ്ഞ് അവിടുത്തെ കുറെ ക്യാരക്ടേഴ്സിനൊക്കെ മീറ്റ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് അവിടുത്തെ ഒരു ഫ്ലേവർ ഒന്ന് മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് കൊച്ചിക്കാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആ ദാറ്റ് സൈഡ് ഓഫ് പീപ്പിൾ നോ, ലൈക്ക് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഉമ്മമാര്, ഇക്കമാര്, എല്ലാരും വൈകുന്നേരം ആകുമ്പോൾ പുറത്തിറങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരോടൊപ്പം ഞാൻ ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പൊ തൊട്ട് തുടങ്ങിയതാണ്. അപ്പൊ അവിടുന്ന് എവിടെയോ ഇപ്പോഴും പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. സം മെമ്മറീസ് ആർ ദേർ ഓഫ് ദോസ് പീപ്പിൾ. അതൊക്കെയാണ് ഈ സുപ്രൻ, കുരുവി, അഷ്കർ എന്നൊക്കെ പറഞ്ഞ എന്റെയും നമ്മുടെ സ്ക്രീൻ പ്ലേ റൈറ്റർ സനൂപ് തൈക്കുടത്തിന്റെയും മെമ്മറീസും ഒക്കെ ഉണ്ട്. ഈ ശരിക്കും പറഞ്ഞു ഇപ്പോൾ ഇതിലെ കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സിനിമ കഴിഞ്ഞ എല്ലാവരും പറഞ്ഞൊരു പോയിന്റ് വിശാഖിന്റെ റോള് തന്നെയായിരുന്നു. ഈ ചെറിയാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, കാരണം ചെറിയാന്റെ ഒരു ഡയലോഗ് വെച്ചിട്ട് എല്ലാവരും പറയണത്, അതായത് ആനന്ദത്തിലൊരു ഡയലോഗ് ഉണ്ട്, യു ആർ ദ മാൻ ദ കരിങ്കലത്തെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതാ ഫീൽ ചെയ്തത്. വിശാഖ് ശരിക്കും എങ്ങനെയാ സിനിമയിലേക്ക് വരണതും വിശാഖിന് കൊടുത്തൊരു ഔട്ട്ലുക്ക് എന്തായിരുന്നു? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് എന്റെ മെയിൻ 4 ലീഡ് കാസ്റ്റിലുള്ള എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. വിശാഖായിട്ട് ഞാൻ 2021 ഓൾമോസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു. പക്ഷെ അത് നടന്നില്ല. ബട്ട് വി സ്റ്റേഡ് ഇൻ ടച്ച്. എവിടെയോ ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അർജുനായിട്ട് കുറെ ഫോട്ടോസ് പഴയ തുറമുഖം തുറമുഖത്തിൽ എനിക്ക് അറിയുന്ന അച്ചുവേട്ടനൊക്കെ ആയിട്ട്, അച്ചുവേട്ടൻ എന്നെ ഒരു കൊച്ചനിയനെ പോലെ നോക്കിയത്. അതുകൊണ്ടാണ് ഈ സിനിമയിലും സാവിയോ എല്ലാവരും ഒരു ചേട്ടൻ ഫിഗർ ആയിട്ടൊക്കെയുള്ള. ഞാൻ അച്ചുവേട്ടനെ അങ്ങനെ കാണുന്നത്. കണ്ണൂരിൽ നമ്മൾ തുറമുഖം ഷൂട്ട് ചെയ്യുമ്പോഴും ഷൂട്ട് കഴിഞ്ഞാൽ നേരെ എടവാ എന്റെ വണ്ടി കയറിക്കോ, എന്നെ പുള്ളിയുടെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി എനിക്ക് വേണ്ടി റൂം സർവീസ് ഒക്കെ ഓർഡർ ചെയ്ത്. എനിക്ക് എൻ്റെ വേറെ ഒരു ഏരിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു, വരുൺ എന്ന് പറഞ്ഞു. ഫീഡ് ചെയ്ത് നമ്മളെ നോക്കി, നമ്മളെ എല്ലായിടത്തും ഒക്കെ കൊണ്ടുപോയി, എന്നിട്ട് നമ്മളെ തന്നെ നമ്മുടെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഹി ഹാഡ് നോ റീസൺ ടു ഡു ദാറ്റ്. ഹി വാസ് ജസ്റ്റ് കൈൻഡ്. അങ്ങനെ അപ്പൊ അച്ചുവേട്ടനെ ഒരു വാല്യൂസ് നമുക്ക് കാണാം. സൗബിക്കയുടെ ഒപ്പം അങ്ങനെ ഒരു കൊച്ചനിയനായിട്ട് ഇങ്ങനെ നടന്നത്. സോ ഹി നോസ് ഹൗ മച്ച് ഇറ്റ് മീൻസ് ഫോർ us. നമ്മുടെ കാസ്റ്റിനെ അങ്ങനെ തന്നെ പുള്ളി നോക്കിയത്. അപ്പൊ വിശാഖിന്റെ കാര്യത്തിലേക്കും വരുവാണെങ്കിൽ എനിക്ക് എവിടെയോ തോന്നിയായിരുന്നു ദാറ്റ് ഹിസ് ക്രേസി മാച്ചസ് മൈ ക്രേസി. ആ ഒരു സാധനം ഉണ്ടല്ലോ. സോ ആക്ച്വലി നോ, വിശാഖ് ഇസ് വേ ക്രേസി. സത്യം പറഞ്ഞ ചെറിയാൻ ആക്ച്വലി നമ്മുടെ ലേറ്റർ ഡ്രാഫ്റ്റ്സിൽ വന്നത്. ഇതിന് കുറെ ഡ്രാഫ്റ്റുകൾ നമ്മൾ വർക്ക് ചെയ്തായിരുന്നു. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഷിഹാൻ നിഷാൻ റിയൽ വേൾഡിന്റെ ടീം വന്നിട്ട് അവരും എന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഈ ഒരു വേർഷൻ സ്ട്രക്ചർ ചെയ്ത് തുടങ്ങിയിരുന്നു. അതിനുശേഷം ആണ് നമ്മുടെ സനൂപ് എന്റെ ടീം, അമലൻ, ആദർശ് ഒക്കെ വന്നത്. അപ്പൊ സനൂപ് ഒക്കെ വന്നതിന് ശേഷമായിരുന്നു പിന്നെ വൺ ഓഫ് ദ ഫൈനൽ ഡ്രാഫ്റ്റ്സിൽ ചെറിയാന്നുള്ളൊരു ക്യാരക്ടർ അവിടെ ഒരു ബർത്ത് ഉണ്ട്.
ചെറിയാന്നുള്ള ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഇത്രയും സീൻസ് ഉണ്ടായിരുന്നില്ല. ഓ ഹി വാസ് ജസ്റ്റ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്ട് വാസ് മെയിൻലി ബിറ്റ്വീൻ സാവിയോ ആൻഡ് വെട്രി. ഈ ക്യാരക്ടേഴ്സിലേക്ക് അങ്ങനെ ഡീപ്പായിട്ട് പോകാൻ പറ്റുമോ? സോ ബിറ്റ്വീൻ സാവിയോ ആൻഡ് വെട്രി എവിടെയോ പണ്ടത്തെ ഒരു ഡ്രാഫ്റ്റില് ഇറ്റ്സ് എ മച്ച് വീക്കർ വേർഷൻ, ബട്ട് സാവിയോ വെട്രീനെയാണ് പൊക്കിയെടുത്ത് അവസാനത്തെ ഒരു ചോക്ക് സ്ലാം ഒക്കെ ചെയ്യുന്നത്. പിന്നീട് there came this idea that ഇല്ല the brothers should get back together. ഇറ്റ്സ് ലൈക്ക് സാവിയും വെട്രിയും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, അതിന്റെ ഇടയിലാണ് അതിന്റെ ഇടയിൽ അന്നത്തെ ഒരു വേർഷനിൽ ഇതൊരു സ്ട്രക്ചർ ഫേസിലാണ്. അപ്പൊ വാൾട്ടർ പോലും ഇല്ല. പിന്നീടാണ് ദാറ്റ് ഇല്ല ഇങ്ങനെ ഇവരുടെ ഒരു ബ്രദർ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ബ്രദർ കോൺഫ്ലിക്റ്റ് തന്നെയായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഇവരെ ഒന്നിക്കണം അവസാനം ഒരു ഐഡിയ വരുന്നത്. അങ്ങനെയാണ് പിന്നെ സോ വി റിവേഴ്സ് എഞ്ചിനീയർഡ് ദിസ് തിങ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ദ റൈറ്റ് വേ, ബട്ട് സാവിയോ നീഡ് someone to choke slam into the ring. കാരണം ഇന്ന ഒരാള് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ ചെറിയാന്നുള്ള ഒരു ക്യാരക്ടർ ഒരു ചൊറിയൻ ക്യാരക്ടർ വേണമായിരുന്നു. വലിയൊരു സ്ട്രോങ് വില്ലൻ പോലും വേണമെന്നില്ലായിരുന്നു. അങ്ങനെയാണ് ചെറിയാന്നുള്ള ഒരു ക്യാരക്ടർക്ക് ഇങ്ങനെ വരുന്നു. ഈസ് ഓൺ ഗെറ്റിംഗ് ചോക്ക് സ്ലാം. അതുകൊണ്ട് പുള്ളീനെ അവസാനം ചോക്ക് സ്ലാം ചെയ്യുന്നുണ്ട്. പുള്ളീനെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി 1-2 സീൻസ് അതിനു മുമ്പ് വേണം. പുള്ളി ഫൈൻ, മേ ബി ഹീസ് ലൈക്ക് ദ ഹെഡ് ഹോൺ ഷോ ഇൻ ദാറ്റ് ടൗൺ. പുള്ളി ഒരു ബോഡി ഷോ ഒക്കെ നടത്തുന്നു. പുള്ളിയുടെ ഒപ്പം കുറച്ച് മസിൽ മെൻ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ 2-3 സീൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എവിടെയോ നമുക്ക് എന്തോ ഇതിലൊരു പൊട്ടൻഷ്യൽ തോന്നി, കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ടാണ് വിശാഖിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വിശാഖിന്റെ അടുത്ത് മീറ്റിങ്ങിന് പോകുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുമായിരുന്നു, മിക്കവാറും വിശാഖ് ചെയ്യത്തില്ലായിരിക്കും അല്ലെ, ഇതിൽ അത്രയും പ്ലേ അറൗണ്ട് ചെയ്യാൻ സ്പേസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു ഡൗട്ട് ആയിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു, എടാ മിക്കവാറും ശരിയാ, നീ പറഞ്ഞു ശരിയാ, മിക്കവാറും ചെയ്യത്തില്ലായിരിക്കും. അങ്ങനെ എന്നിട്ടും വി വെന്റ് നെറേറ്റഡ് ടു വിശാഖ് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. പുള്ളി എടുത്ത് ഒരു സ്പാർക്ക് പുള്ളിക്ക് കിട്ടിയല്ലോ. പുള്ളി പിന്നെ ഓരോന്നൊക്കെ ആഡ് ചെയ്ത് തുടങ്ങിക്കോളൂ. അപ്പൊ വിശാഖ് തന്നെയാണ് പറഞ്ഞ, ബ്രോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെയറും കൂടെ നമുക്ക് ആഡ് ചെയ്താലോ, ഇതും കൂടെ ഇങ്ങനെ ചെയ്താലോ. അങ്ങനെ വിശാഖ് ഇസ് ഓൾസോ ഡയറക്ടറും കൂടെയാണ്, ഭയങ്കര ഒരു സ്ട്രോങ് റൈറ്റർ, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. കുറെ ഇങ്ങനത്തെ ജോബ്സ് ഒക്കെ ചെയ്യും. പലർക്കും അറിയില്ല ഈ ഒരു സൈഡ് ഓഫ് വിശാഖ്. എനിക്ക് ഫുള്ളി അത് അത്രയും എനിക്ക് പരിചയമില്ല. ഈ ഒരു പ്രോസസ്സിലൂടെ എനിക്ക് ശരിക്കും മനസ്സിലായി. ഇപ്പോഴും ഞാൻ ഇപ്പൊ എഡിറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റർ ഡിസൈനിലൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ഷിഹാനെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ റോഷനെ കാണിച്ചു കൊടുക്കും, വിശാഖ്, അച്ചുവേട്ടൻ, എല്ലാവരും എല്ലാ രീതിയിലും ഇൻവോൾവ് ആയിരുന്നു കേട്ടോ. ഇത് എന്റെ മാത്രമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് അല്ല. ഐ ഹവ് ജസ്റ്റ് ഷേപ്ഡ് എവറിവൺസ് എനർജീസ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം ദം. അപ്പൊ വിശാഖിന്റെ അടുത്ത് പറയുമ്പോഴാണ് പിന്നീടാണ് ഈ ഐഡിയാസ് ഒക്കെ വന്ന് വിശാഖ് ഇത്ര ഒരു സ്ട്രോങ് ക്യാരക്ടർ ആയിട്ട് മാറുന്നത്. അതിന് അഗൈൻ ലൈക്ക് ഐ കാന്റ് ടേക്ക് ഫുൾ ക്രെഡിറ്റ് ഫോർ. ഇപ്പൊ ബോയ് ഷാഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മസിൽമാൻ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നത്, അത് വിശാഖ് ആ ടേക്കിന് തൊട്ട് മുമ്പ് എന്റെ അടുത്ത് വന്ന് പറയുന്ന ഐഡിയ. പുള്ളി ഇങ്ങനെ ഒരു ചൈൽഡ് ലൈക്ക് ഒരു ചിരിയോടെയാണ് വന്ന് പറയുന്നത്, ബ്രോ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാം, ഞാൻ ഇവരെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഷാഡോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതേപോലെ എല്ലാരും ക്രൗഡ് സർഫ് ചെയ്യുമ്പോ വിശാഖും പറയത്തില്ല എന്നെ പൊക്കടാന്ന്, എന്നിട്ട് പുള്ളിയെ പൊക്കിക്കൊണ്ടിരിക്കണോ, അതും വിശാഖിന്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി തുടങ്ങി, ശരി ടേക്കിന് മുമ്പ് വിശാഖ് ഒരു ഭയങ്കര വാക്കി ഐഡിയ തരും, അത് നമ്മളങ്ങ് എടുക്കുക, ലെറ്റ്സ് സീ വെയർ ഇറ്റ് ഗോസ്. അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു കൊളാബറേഷൻ. അതേപോലെ ഇപ്പൊ വിശാഖ് ആദ്യമായിട്ട് പുള്ളിയുടെ ഒരു ഗുണ്ടേനെ ഫൈറ്റ് ചെയ്യാൻ കൊണ്ടുവരുമ്പോ പറയത്തില്ല, അപ്പൊ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ, അപ്പൊ പുള്ളി പറയത്തില്ല മറ്റേ എന്താ വണ്ടി സർവീസ് ചെയ്യുന്ന കാര്യമല്ല, അത് ആക്ച്വലി റോഷന്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെയൊക്കെ അത്രയും കൊളാബറേഷൻ ഉണ്ടായിരുന്നു. ഈ വെട്രി ശരിക്കും എങ്ങനെ വെട്രി റോഷൻ തന്നെയായിരുന്നു ഫസ്റ്റ് ഓൺവേർഡ്സ്? പിന്നെ വെട്രി എനിക്ക് ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഐ സീ ദം ആസ് സൂപ്പർ സ്റ്റാർസ്. എനിക്ക് അങ്ങനെ പൊർട്രേ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ റോഷന്റെ അടുത്ത് പണ്ട് തൊട്ടേ പറയുന്നത്, എനിക്ക് മൂത്തോൺ സിനിമയിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് അറിയാവുന്നതാണ്. എനിക്ക് ഞാൻ റോഷന്റെ അടുത്ത് കുറെ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു, ദേർ ഈസ് എ കമേഴ്ഷ്യൽ ലൈക്ക് ഹീറോയിൻ, അങ്ങനെ എനിക്കൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ റോഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു വെയിനൊക്കെ ഇങ്ങനെ, അതേപോലെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു കലിപ്പൻ റോഷനെ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് ദേഷ്യം വരുമ്പോ എല്ലാം കൂടി ഇങ്ങനെ വെയിൻസ് ഒക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് റോഷൻ വാസ് ദി ഇനിഷ്യൽ ഓപ്ഷൻ ഫോർ ദാറ്റ്. പിന്നെ വേറെ കുറെ ഡ്രാഫ്റ്റ്സും പിന്നെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഈ പ്രോജക്റ്റ് ഓൺ ആവുമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ വേറെ 2 ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ വന്നായിരുന്നു. അതിനുശേഷം റോഷനിലേക്ക് തന്നെ ഇത് തിരിച്ചു വന്നു. അങ്ങനെ വേറെ ആരും അങ്ങനെ സ്ട്രോങ്ലി കൺസിഡർ ഒന്നും ചെയ്തില്ല. റോഷൻ വാസ് ഓൾവേസ് സപ്പോസ് ടു ബി വെട്രി. വെട്രിക്ക് അന്ന് ആദ്യം ഈ ക്യാരക്ടർ പിച്ച് ചെയ്യുമ്പോൾ വേറൊരു ക്യാരക്ടർ നെയിം ഒക്കെ.
അപ്പൊ അങ്ങനെ ഈ റോഷന്റെ പക്ഷേ ഈ ഷെയ്ഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം. കാരണം റിലീസ് കഴിഞ്ഞിട്ട് കുറെ കമന്റ്സ് വന്നു. അതായത് റോഷൻ എപ്പോഴും ഒരു സോഫ്റ്റ് ഇമേജിൽ കണ്ടിട്ട് ഇതിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് കണ്ടപ്പോ ഭയങ്കര ഒരു സ്റ്റാർ പവർ ഉള്ളിലുണ്ട് എന്നുള്ളൊരു സാധനം. അത് എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ശരി, ഐ ഓൾവേസ് ന്യൂ ദിസ് വുഡ് വർക്ക്. അതെനിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ദാറ്റ് റോഷൻ ആസ് എ സ്റ്റാർ, ആരെങ്കിലും പുള്ളിനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആൾക്കാരെ ഒന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ സെറ്റാണ്. പിന്നെ ബാക്കി ഇവിടുത്തെ ഓഡിയൻസ് തന്നെ നോക്കിക്കോളും. ദേവിൽ ഇപ്പൊ റോഷൻ അങ്ങനത്തെ മെസ്സേജസ് ഒക്കെയാണ് കിട്ടുന്നത്. റോഷനായിട്ട് ഈയിടയ്ക്ക് തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ റോഷൻ ഇങ്ങനെ അത്ഭുതത്തോടെ പറയുകയാണ്, ഐ ഡെന്റ് നോ ദാറ്റ് പീപ്പിൾ വാണ്ടഡ് ടു സീ മീ ദിസ് വേ. അറിയത്തില്ലായിരുന്നു. സോ അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ ടോൾഡ് യു, സോ ഐ ടോൾഡ് യു. അങ്ങനെ സോ ഭയങ്കര ഹാപ്പിയാണ് പുള്ളി ഇപ്പൊ. ദാറ്റ് വെട്രി എന്നുള്ള ഒരു ക്യാരക്ടറിന് ഇത്രയും നല്ലൊരു റിസെപ്ഷൻ കിട്ടിയതിന്റെ പേരിൽ. അതേപോലെയാണ് മറ്റേ ഇന്റർവെൽ പോയിന്റില് ഒരു മാസ് ഇൻട്രോ കൊടുക്കണം എന്നൊക്കെ ഉള്ള. അതേപോലെ അച്ചുവേട്ടന്റെ കേസിലാണെങ്കിലും എനിക്ക് കാരണം പുള്ളിയുടെ സാവിയോ ആയിട്ടുള്ള എൻട്രിയും ലോക്കോ ലോബോ ആയിട്ടുള്ള എൻട്രിയും രണ്ടും ഇങ്ങനെ ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ചാടി വരുന്നതിന്റെ പോലത്തെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു അച്ചുവേട്ടൻ ആക്ച്വലി ഡബിൾ എൻട്രി ആണ്. അപ്പൊ അതൊക്കെ നല്ല സിനിമയുടെ എൻട്രി ആക്ച്വലി അർജുന്റെ POV സ്റ്റാർട്ട് ഈ ശരിക്കും ഇതിനകത്ത് പിന്നെ വരുമ്പോഴും ഇപ്പൊ മമ്മൂക്ക ഭയങ്കര വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു. കാരണം മമ്മൂക്ക ത്രൂ ഔട്ട് ഇല്ലെങ്കിൽ ആ പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം. എനിക്ക് തോന്നുന്നു മമ്മൂക്ക തിരിച്ചു വന്നിട്ട് ഏറ്റവും ആദ്യം ഷൂട്ട് തുടങ്ങുന്നതും ചത്താപ്പച്ചയാണ്. ശരിക്കും മമ്മൂക്കനെ ഡയറക്ട് ചെയ്യുമ്പോൾ എന്താ ഒരു ഡയറക്ടർക്കുള്ള ഒരു പേഴ്സണൽ, കാരണം അത് എന്ത് ചെയ്യുന്നുള്ളത് എക്സൈറ്റ്മെന്റ് ശരിക്കും ഉണ്ടാവും. മമ്മൂക്ക എപ്പോഴും നമ്മുടെ ഒരു ബ്രീഫ് എടുക്കും, എന്നിട്ട് നമുക്ക് തന്നെ അതിനെ ഒന്ന് ട്വീക്ക് ചെയ്യും. അപ്പൊ നമുക്കും ഭയങ്കര ഒരു സർപ്രൈസ് ആണ് അത് കാണാൻ. ഭയങ്കര എന്റർടൈനിങ് ആണ്. ലൈക്ക് വിത്ത് ഓൾ മൈ ആക്ടേഴ്സ്, എന്റെ യങ്ങർ ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ പോലും അവര് ബ്രീഫ് എടുക്കും. അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു പ്രോസസ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഐ വോണ്ട് ടു നോ വാട്ട് മൈ ഷോട്ട്സ് ആർ, ഐ വോണ്ട് ടു നോ ഹൗ ലോങ് ഈച്ച് തിങ് വിൽ ടേക്ക്. ഒരു താളമൊക്കെ വേണം. ഈ ഒരു ചത്താപ്പച്ച എന്നുള്ള ഒരു ഷൂട്ടിന്റെ പ്രോസസ്സിലൂടെ എന്റെ ഏറ്റവും വലിയൊരു ലേണിംഗ് ഹാസ് ബിൻ ടു prepare and then fully let go. And then കാരണം എല്ലാരും പറഞ്ഞ് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നമ്മളും പ്രിപ്പയർഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് സീ വാട്ട് മാജിക് ഹാപ്പൻസ്. ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് മമ്മൂക്ക അങ്ങനെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഹി ഹാസ് എ ഫൗണ്ടേഷൻ, അതിന്റെ മേളിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഒരു തിങ്കിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ബ്രീഫ് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ ഐ ക്യാൻ സംടൈംസ് ഫീൽ, ഞാൻ പിന്നെ തിരിച്ച് മോണിറ്റർ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ ഹീസ് തിങ്കിങ് ഓക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ശരി this much we'll keep, this much we'll try to do all of that. A basic example being നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്, മറ്റേ വിന്റേജ് പൊളി എന്ന് പറയുന്നത്. അത് ആക്ച്വലി എനിക്കറിയില്ല, വിന്റേജ് പൊളി സൗണ്ട്സ് പെർഫെക്റ്റ് ആയിട്ട്, പക്ഷെ എന്തോ നമ്മളന്ന് സെറ്റിൽ മമ്മൂക്കയുടെ അടുത്ത് അന്ന് ആദ്യം പറഞ്ഞു കൊടുത്ത് പൊളി വിന്റേജ്, ലൈക് റാഫിസോടെ അടുത്ത് ഒരു ഗുണ്ടനെ ഇടിക്കും, മമ്മൂക്ക അത് കണ്ടിട്ട് പറയും പൊളി വിന്റേജ്. അത് 2 ടേക്ക് അങ്ങനെ പറഞ്ഞു, മമ്മൂക്കയ്ക്ക് തന്നെ അത് ശരിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒന്നുകൂടെ എടുത്തു, അങ്ങനെയാണ് പിന്നെ വിന്റേജ് പൊളി എന്ന് പറഞ്ഞത്. ആൻഡ് അപ്പോഴും അമേസിംഗ്, വൈ ഡിഡ്ന്റ് ഐ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ചെറിയ ചെറിയ കുട്ടി ഇങ്ങനെ ട്വീക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് അറ്റ് വർക്ക്. ദാറ്റ്സ് എ ലെജൻഡറി ആക്ടർ അറ്റ് വർക്ക്. അപ്പം അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു ഹാപ്പി സർപ്രൈസസ് ഒക്കെ ആയിരുന്നു. ആൻഡ് ഇപ്പൊ എങ്ങനെയാണ് ഒരു ഡയറക്ടറിന് അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, ടു ബി ഓണസ്റ്റ്. കാരണം ബാക്കി എല്ലാരും നമ്മുടെ അതേ ഒരു ഏജിലാണ്. എല്ലാരും ഇതില് കുറച്ചുപേര് സീനിയർ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് അവരെ മുമ്പേ അറിയാവുന്നതുകൊണ്ട് ഒരു കംഫർട്ട് ഒക്കെ ഉണ്ടല്ലോ. നമുക്കതിനെ ഈ കഥ പിച്ച് ചെയ്യാൻ പോകുമ്പോഴാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. കണ്ടിട്ടില്ല ഞാൻ. പണ്ട് നമുക്കതിനെ ബറോസ് സിനിമയുടെ പൂജയ്ക്ക് ഭീഷ്മപർവത്തിന്റെ ലുക്കില് നമുക്ക് അതിന്റെ പൂജയ്ക്ക് വന്നു. അപ്പൊ മാത്രമേ ഗ്രാൻഡ് പൂജ പൃഥ്വിരാജ് ഒക്കെ ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പൊ തന്നെ നോറ അങ്ങനെ. അപ്പം അതിനുശേഷം പിന്നെ കാണുന്ന ഇതിനാണ്. ഇപ്പോഴും ഫൺ. നമുക്ക് ഭയങ്കര ഒരു കുട്ടിത്വമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു ഭയങ്കര ആൾക്കാര് വേറെ ഫിലിം മേക്കേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈ ഒരു ഏജ് അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഇത്രയും സിനിമകളൊക്കെ ആയിട്ടും he still hungry to do things differently, do things in an authentic way. അത് ഞാൻ ശരിക്കും
I used to think, okay, how much more different can you do it? അത് ശരിക്കും I saw it in person. എനിക്കത് നേരിട്ട് അത് വിറ്റ്നസ് ചെയ്യാൻ ഞാൻ ലക്കി ആയിരുന്നു. That you can see his hunger. That നമ്മൾ ഇത്ര ഒന്നും ചെയ്താൽ പോരാ, ഇനിയും ഡിഫറെന്റ് ആക്കണം. You try, you succeed, you sometimes stumble, എല്ലാം, but he'll keep trying എന്നുള്ള ഒരു സാധനമില്ല. അത് ഭയങ്കര ഇൻസ്പയറിംഗ്. ഈ ശരിക്കും ഇപ്പൊ ലാലേട്ടൻ മാമനാണെന്ന് അറിയാം. ശരിക്കും ഈ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ കേട്ടിട്ടുള്ള ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ലാലേട്ടൻ സ്റ്റോറി എന്തായിരിക്കും ശരിക്കും? എനിക്ക് കുറെ, ഞാൻ ആക്ച്വലി കുറച്ചാള് ചെന്നൈയില് അവരുടെ വീട്ടിലായിരുന്നു താമസിച്ച. എഗ്മോറിലൊരു വീടുണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അന്നത്തെ സമയത്താണ് അദ്ദേഹം ഒരു ലേറ്റ് 90s early 2000s സിനിമകളൊക്കെ ചെയ്യുന്നത്. സം ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ലൈക്ക് നരസിംഹം, ആ ഒരു era. ഞാൻ ഇപ്പോഴും ആലോചിക്കാം, എനിക്കന്ന് മനസ്സിലാവുന്നില്ലായിരുന്നല്ലോ ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ ഓർമ്മയിലുള്ള ലാലേട്ടൻ വാസ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള, എപ്പോഴും ഫ്ലൈറ്റിൽ പോകുമല്ലോ, ഫ്ലൈറ്റില് ജെറ്റ് എയർവേസിലൊക്കെ, പണ്ടത്തെ ജെറ്റ് എയർവേസിലൊക്കെ പോകുമ്പോ മറ്റേ ചെറിയ ഈ ഒരു റേസൻ മുട്ടായി ഒക്കെ കിട്ടുമായിരുന്നു, ഇങ്ങനെ ഡബിൾ ഡ്രാഫ്റ്റ്. അതൊക്കെ നമുക്ക് തരും, ഫ്ലൈറ്റിൽ നിന്നുള്ള ഗുഡീസ് ഒക്കെ നമുക്ക് തരും. അബ്രോഡ് പോയിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരും. അതൊക്കെയായിരുന്നു എന്റെ ഒരു മെയിൻ എക്സൈറ്റ്മെന്റ്. ബട്ട് ഐ ന്യൂ ദാറ്റ് ഓക്കെ ഹീസ് ബിഗ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചെന്നൈയിൽ നിന്ന് ഒരു തവണ നമ്മള് കലൂർ സ്റ്റേഡിയത്തിൽ ഒരു മോഹൻലാൽ ഒരു ഷോ നടക്കുന്നുണ്ട്. അന്നായിരുന്നു എൻ്റെ ഓർമ്മയില് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് സീയിങ് ഒരു മോഹൻലാൽ യൂഫോറിയ ഇല്ല, ഫാൻസുകാരുടെ. നമ്മള് വണ്ടിയിൽ പോകുന്നു, ആൾക്കാർ ഫാൻസുകാരൊക്കെ ഇങ്ങനെ വന്നിട്ട് വണ്ടിയിൽ തട്ടുന്നു, ലാലേട്ടാന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതൊക്കെയാണ് എൻ്റെ ഉള്ള ഒരു ഭയങ്കര ഒരു ചൈൽഡ്ഹുഡിലെ കുറച്ച് വേഗ് മെമ്മറീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് പിന്നെയും ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ പോയതിനു ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു pre-2000s ഉള്ള ആ കാലത്തെ ഒരു ക്ലാസിക് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടു തുടങ്ങി. And that's when I started understanding that, you know, like there's so much I haven't seen. എനിക്ക് കൂടുതൽ ആ ഒരു 2001, 2002 കഴിഞ്ഞിട്ടുള്ള സിനിമകൾ എല്ലാം എനിക്കറിയാം. പക്ഷെ അതിന് മുമ്പുള്ള ഒരു ഡയറക്ടറൊക്കെ ഞാൻ സത്യം പറഞ്ഞ എക്സ്പോസ് ആയിരുന്നില്ല. അത് അത്രയും അതിന് ഭയങ്കര റിഗ്രറ്റും ഉണ്ട് ഇപ്പൊ. ദാറ്റ് ഞാൻ എന്തുകൊണ്ട് അത് മുമ്പൊക്കെ കണ്ടില്ല. ഇപ്പോഴും ഞാൻ ഇരുവരുടെയൊക്കെ ഭയങ്കര ഫാനാണ്. ലൈക്ക് ഇറ്റ്സ് എ ആക്ടിങ് മാസ്റ്റർ ക്ലാസ്. അപ്പൊ തൊട്ട് ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോഴും അതിനുശേഷം ഞാൻ അസിസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ ഐ എം നോട്ട് ഏബിൾ ടു സീ ഹിം ആസ് ലൈക് ജസ്റ്റ് an uncle anymore. He is the superstar മോഹൻലാൽ ഓൾസോ. ആ ഒരു ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് crazy. He's been one of my biggest inspirations. ഈ റീസെന്റ് ലാലേട്ടന്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു, അത് ഹിറ്റ് ആവുന്നു. ആ പോസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാറുണ്ടോ ആസ് എ ഫാൻ ബോയ്? ഭയങ്കര ക്ലോസ് ആയിട്ട് താടിയില്ലാത്ത ലാലേട്ടന്റെ ഫോട്ടോ പിന്നില്ലേ, അടിപൊളിയല്ലേ ബ്രോ. അത് ആദ്യത്തെ ഫോട്ടോ കണ്ടപ്പോ തന്നെ വാ, ഇറ്റ്സ് ബീൻ എ വൈൽ. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ഇപ്പൊ പിന്നെ ഒരു മോഹൻലാൽ തരുൺ മൂർത്തി കോമ്പിനേഷൻ പിന്നെ വരുമോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഹീസ് ഓൾസോ ലൈക് ഹീസ് ഹാവിങ് ഫൺ, ഹീസ് ഹാവിങ് എ ബ്ലാസ്റ്റ്. അത് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പല ഫിലിം മേക്കേഴ്സും പല ആക്ടേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു ബി ഓൺ എ ലാലേട്ടൻ സെറ്റ്. എങ്ങനെയാണ് പുള്ളി എല്ലാവരും കെയർ ചെയ്യുന്നത്, എല്ലാവരുമായിട്ട് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ കുസൃതിയൊക്കെ കാണിച്ചു കിടക്കുന്നത്. അതെല്ലാം ശരിയാണ്. ആൻഡ് നൗ ഹീസ് അറ്റ് ഹിസ് ഫേസ്. ഇവർക്കൊന്നും ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? they are the best, right? അപ്പൊ just have fun is the thing now for them. ഈ ശരിക്കും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടിരിക്കുമ്പോൾ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ തുറമുഖം വർക്ക് ചെയ്തു, മൂത്തോൻ ചെയ്തു, 12th Man ഉണ്ട്, ബറോസ്. അപ്പം ഇതെല്ലാം ഭയങ്കര വലിയ സിനിമകളാണ്, ഭയങ്കര ഡിഫറെന്റ് ജോണർ കൈൻഡ് ഓഫ് സിനിമകളാണ്. പക്ഷെ ഇതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആണ് ഡയറക്ട് ചെയ്ത ആദ്യ സിനിമ. ശരിക്കും നമുക്ക് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സീനിയർ ഡയറക്ടേഴ്സ്, നമ്മൾ കൂടെ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിന് എന്തെങ്കിലും ഒരു ട്രേറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ ഉണ്ടാവുന്നുള്ളത്. പക്ഷെ അദ്വൈത് ആ പാത്ത് ശരിക്കും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എന്തായിരുന്നു ആ തോട്ട്, കംപ്ലീറ്റ് ഒരു ഭയങ്കര എന്റർടൈനിങ് സിനിമ എടുക്കാൻ ഫസ്റ്റ് തന്നെ എന്നുള്ളത്? അത് ഓർഗാനിക്കലി ആയി വന്നതാണ് കേട്ടോ. എനിക്ക് പല സ്ക്രിപ്റ്റുകളും ഉണ്ടായിരുന്നു. ഞാൻ പിച്ച് ചെയ്യുന്നതിന്റെ ഒരു കളക്ഷനില് ദിസ് ഈസ് ദ വൺ ദാറ്റ് വാസ് ചോസൺ. അത്രേ ഉള്ളൂ. അത് ഞാനായിട്ട് എടുത്തൊരു തീരുമാനമല്ല. എനിക്ക് പലതരം ഫിലിംസ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ചത്താപ്പച്ച കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി എക്സാക്ട്ലി ലൈക്ക് ചത്താപ്പച്ച. ഓഫ് കോഴ്സ് എനിക്ക് ആ ക്വർക്കി എലമെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്
എൻ്റെ ഒരു ഫ്യൂച്ചർ ബോഡി ഓഫ് വർക്കിൽ അങ്ങനത്തെ ഒക്കെ ക്വർക്കി എലമെന്റ്സ് കാണുമായിരിക്കും. പക്ഷെ എന്നാലും എല്ലാം ഡിഫറെന്റ് സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ബട്ട് ദിസ് വാസ് നോട്ട് എൻ ഇന്റൻഷണൽ തിങ്. ദ ഫസ്റ്റ് ഫിലിം I don't think you get to choose it. I think the first film chooses you. കാരണം ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഇത് ആക്ച്വലി ദിസ് ഇസ് എ സ്ക്രിപ്റ്റ് ഐ ലോസ്റ്റ് ഹോപ്പ് ഓൺ. കാരണം ആരെയും അത് ആ പണ്ടത്തെ വേർഷൻ ഓഫ് ദ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രശ്നം കൂടെ ആയിരുന്നു കേട്ടോ. അത് കുറെയൊക്കെ മാറ്റി നമ്മള് ദാറ്റ് ഇറ്റ്സ് മച്ച് ഡാർക്കർ വേർഷൻ. ഇതൊരു ഭയങ്കര ഒരു ഫൺ ജോണർ ഷിഫ്റ്റ് ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെയാണ് ഈ റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒന്ന് ക്ലിക്കായത്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ദേ ആർ ദ വൺസ് ദാറ്റ് സംവെയർ കൺവിൻസ് മീ ദാറ്റ് യു നോ ഞാൻ ഈ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഐ ജസ്റ്റ് ടോൾഡ് ദം ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ വർക്ക് ആവാം. അവര് they didn't wait for me to make that change. അതിനു മുമ്പേ അവര് പറഞ്ഞു that ഇത് വർക്ക് ആവും, let's try this. I'm like പക്ഷേ കുറെ പേര് പറഞ്ഞാണ് ബ്രോ, കുറെ ആക്ടേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇത് അങ്ങനെ ബിലീവബിൾ ആയിട്ട് തോന്നുന്നില്ല എന്നൊക്കെ. അങ്ങനെ അപ്പൊ തന്നെ എനിക്ക് എന്തോ അവരെല്ലാരും ഇങ്ങനെ കോമൺ ആയിട്ട് ഒരേ പ്രശ്നം, ആ ഒരു ബിലീവബിലിറ്റി ഫാക്ടർ ഒരു പ്രശ്നമായിട്ട്. അപ്പൊ ഐ അണ്ടർസ്റ്റുഡ് എന്തോ ഒരു പ്രശ്നമുണ്ട് മേ ബി. പക്ഷെ ഞാൻ വിചാരിച്ചു മേ ബി ഈ സ്റ്റോറി വർക്ക് ആവത്തില്ല. ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് എനിക്ക് അത്രയൊരു എക്സ്പീരിയൻസും ആ ഒരു മെച്ചോറിറ്റി ഉണ്ടായിരുന്നില്ല to understand that. ഇതൊരു 3 years മുമ്പത്തെ സിനാരിയോ അല്ലേ? 2019 പ്രീ കോവിഡ്. ഈ ശരിക്കും OTT ഒക്കെ വന്ന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയോ ഇതൊന്ന് പെട്ടെന്ന് ടുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്? ശരിക്കും നോ, ഇറ്റ് വാസ് ജസ്റ്റ് ഷിഹാൻ ആൻഡ് നിഷാൻ. സത്യം പറയല്ല, അവരുടെ ഒരു സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസിലായിരുന്നു എനിക്ക് പിന്നെ ഇതൊന്ന് ശരി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ബിലീഫ് വന്നത്. ലാസ്റ്റ് ട്രൈ പോലെ നോക്കിയതാണ് ശരിക്കും? ലാസ്റ്റ് ട്രൈ പോലും അല്ല. ഐ വാസ് ജസ്റ്റ് ലൈക്ക് ശരി ഇവർക്ക് എനിക്ക് കാണാൻ പറ്റാത്ത എന്തോ അവര് കാണുന്നുണ്ട്. ലെറ്റ് മീ സീ if I can sort of like dig into this and find what they are seeing already. And പിന്നെ ഒരു റീസ്ട്രക്ചർ ചെയ്ത ഒരു സീൻ ഓർഡർ പോലെ അവരുടെ അടുത്ത് പറഞ്ഞു നോക്കി എക്സാക്ട്ലി ഇത് തന്നെയാണ് ഈ ഒരു ബേസിൽ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ അവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഈ ശരിക്കും ആർട്ട് ഡിപ്പാർട്ട്മെന്റിനും ഭയങ്കര പണിയുള്ളൊരു സിനിമ കൂടെ ആയിരുന്നു. സുനിലേട്ടനോട് എന്താ ഫസ്റ്റ് ഐഡിയ പറഞ്ഞ? ഗബറോസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ശരിക്കും പറയാം, പുള്ളിയാണ് മാർക്ക് കഴിഞ്ഞ് റൈറ്റ് ആഫ്റ്റർ ചെയ്യുന്ന സിനിമ കൂടെയാ. എന്തായിരുന്നു ഫസ്റ്റ് റിങ്ങിന്റെ ഐഡിയയും എല്ലാം പറഞ്ഞത്? So there was a very short sentence ഞാൻ എൻ്റെ ആർട്ട് ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞതും കോസ്റ്റ്യൂം ഡിസൈനറുടെ അടുത്ത് പറഞ്ഞതും അങ്ങനെ മെയിൻ തിങ് വാസ് വൺ ഷോർട്ട് ലൈൻ, ആർട്ട് മെയ്ഡ് ഔട്ട് ഓഫ് സ്ക്രാപ്സ്. ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനത്തെ ഒരു വണ്ടർലാൻഡ് പോലത്തെ ഒരു സ്ഥലം ബിൽഡ് ചെയ്യുമ്പോൾ അവർക്ക് കാശില്ല, അവർക്ക് വലുതായിട്ട് റിസോഴ്സസ് ഇല്ല, അവർക്ക് ഭയങ്കര എഡ്യൂക്കേഷൻ ഒന്നുമില്ല, തരികിടകളാണ്. they are also like, if you notice in the film, ഇവര് കൊച്ചു കുട്ടികളെ പോലെയാണ്. ഇതിലെ കൊച്ചുകുട്ടിയാണ് വലിയ അഡൾട്ടിനെ പോലെ സംസാരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ബേസിൽ നിന്നായിരിക്കണം നമ്മൾ വർക്ക് ചെയ്തത്. ഇതിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രാപ്പ് യാർഡിലാണ്. അവിടുത്തെ ഒരു ഓൾമോസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ബിൽഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ നമ്മുടെ ആദ്യത്തെ ഒരു റിംഗിൽ ഇത് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് കോർണർ പാഡ്സ് സൈക്കിൾ സീറ്റുകൾ വെച്ചിട്ടാണ്. ഈ റിങ്ങിന്റെ റോപ്സ് ഒരു ഫുൾ റോപ്പിനുള്ള ലെങ്ത് ഇല്ല. ദാറ്റ്സ് വൈ യു സീ 2 റോപ്സ് കൂട്ടി കെട്ടിയിരിക്കുന്നത്. അതേപോലെ ആ ഒരു റിങ്ങിന്റെ സ്കേർട്സ് ഒക്കെ പഴയ സിനിമകളുടെ പോസ്റ്റേഴ്സ് ആണ്. അതെല്ലാം ഇങ്ങനെ തുന്നിക്കെട്ടിയിട്ടുള്ള അവസ്ഥയാണ്. നോ കോസ്റ്റ്യൂം ഷുഡ് ബി കംപ്ലീറ്റ്. എല്ലാവരുടെയും ഫസ്റ്റ് റൗണ്ട് ഫൈറ്റ്സിലൊക്കെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് ഈസിലി കീറുന്നുണ്ട്. ഒന്നിനും ഒരു കംപ്ലീറ്റ് ഫിനിഷ് ഇല്ല. അതായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. ദാറ്റ് വാസ് വൺ തിങ് ഐ വാസ് വെരി ഷുവർ ഓഫ്. അത് ആൻഡ് പ്ലസ് എൻ്റെ ഒരു മെയിൻ തിങ് ഇസ് എൻ്റെ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ സോർട്ട് ഓഫ് തിങ്കിങ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ കൂടുതൽ. ഇപ്പോഴാണ് ഐ എം ഡിസ്കവറിംഗ് എ ലോട്ട് ഓഫ് ഇന്ത്യൻ കഴിഞ്ഞ എൻ്റെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സമയം തൊട്ട് സ്കൂളിലൊക്കെ ആയിരുന്നു കൂടുതലും വെസ്റ്റേൺ ഫിലിംസ് ഒക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഐ നീഡഡ് their help was to in a way മലയാളിഫൈ ദിസ്, ഈ ഒരു ലോകം. കാരണം
ഞാൻ എങ്ങാനും റെഫറൻസസ് കൊടുക്കാൻ തുടങ്ങിയാലും ഭയങ്കര വെസ്റ്റേൺ ആയി പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പൊ സുനിലേട്ടനൊക്കെ എക്സ്പെർട്ടീസ് കാണുന്ന ലൈക്ക് ഹൗ കെൻ യു ബ്രിങ് നമ്മുടെ ചുറ്റുമുള്ള എലിമെന്റ്സ് ഒക്കെ എങ്ങനെ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മെൽവിയുടെ കേസിലൊക്കെ ആണെങ്കിലും വെട്രി, റോഷന്റെ കോസ്റ്റ്യൂം തെയ്യം ആണ്. എല്ലാവരുടെയും കോസ്റ്റ്യൂംസിന് ഹി ഡ്രോൺ ഔട്ട് പിക്ചേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് ഫോർ മീ ടു ഷോ ഏതൊക്കെ എലിമെന്റ്സ് ഏതിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ. പിന്നെ തെയ്യത്തിന് ആ ഒരു കണ്ണിൽ വെക്കുന്ന സാധനമൊക്കെ ഇല്ല, അതൊക്കെ പുള്ളിയുടെ ഒരു ഫോട്ടോഷൂട്ടിലുണ്ടായിരുന്നു. സിനിമയിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അത് 2 ടേബിൾ സ്പൂൺസ് വെച്ചിട്ടാണ് പുള്ളി അതിങ്ങനെ ഹി ബെൻറ്റ് 2 ടേബിൾ സ്പൂൺസ് കണക്റ്റഡ് അതിലൊരു ഓട്ടം ഉണ്ടാക്കിയിട്ടാണ് മറ്റേ തെയ്യം പോലത്തെ ഒരു സാധനമൊക്കെ ചെയ്തത്. ഹി took that brief so beautifully and adapted it into his costume design. അങ്ങനെ അതേപോലെ തന്നെയായിരുന്നു സുനിലേട്ടന്റെ കേസും. പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി ഒരു ഫിനിഷ്ഡ് ഫീൽ ഒക്കെ വരാം. അതിനുശേഷമാണ് പണ്ട് WWE സ്മാക്ക് ഡൗണിൽ ഉണ്ടായിരുന്ന ഫിസ്റ്റ് ഒക്കെ നമ്മുടെ സിനിമയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിശാഖ് ഇത് തല്ലി പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു ഹാമർ വെച്ച് അത് ഇരിക്കുമ്പോൾ പണ്ട് സ്മാക്ക് ഡൗൺ തുടങ്ങിക്കൊണ്ടിരുന്നത് ആ ഫിസ്റ്റിൽ നിന്ന് ഇങ്ങനെ സ്പാർക്സ് വന്നത്. അതേപോലെ ആ ഇറ്റ്സ് ടൈം ഫോർ ദി ഒടുക്കത്തെ ഫൈറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫൈനൽ മെയിൻ ഇവന്റ് തുടങ്ങുന്ന പോലെയാണ് അതും ആ ഒരു ബിഗിനിങ് ഓഫ് ദി ക്ലൈമാക്സ് ഒക്കെ തുടങ്ങുന്നത്. ഈ ശരിക്കും സിനിമ കണ്ടേണ്ട ആളുകൾ ചോദിച്ച ഏറ്റവും വലിയ 2 ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന്, എന്തുകൊണ്ട് ഇത് ഫ്രൈഡേ നൈറ്റിലേക്ക് എത്തിച്ചില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഭയങ്കര വാലിഡ് ആയിട്ട് തോന്നിയത് ടെക്നിക്കലി ഭയങ്കര അപ്ലിഫ്റ്റ് ആയിട്ട് അത് എടുക്കാറുന്നില്ലേ എന്നുള്ളൊരു കാര്യമായിരുന്നു. ശരിക്കും എന്താ ഫ്രൈഡേ നൈറ്റിലേക്ക് അത് എത്തിക്കാതിരുന്നത്? സോ മെയിൻലി ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ദ സ്റ്റോറി എന്റെ മനസ്സിൽ അതൊരു ഷോ അല്ല, അപ്പൊ അതൊരു ഭയങ്കര ഒരു റിയൽ ഫൈറ്റ് തന്നെയാണ്. ദാറ്റ് 2 ബ്രദേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ഒരാൾക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല, സാവിയോ എന്നുള്ള ഒരു ക്യാരക്ടർ. ദാറ്റ്സ് വൈ ക്ലൈമാക്സ് തുടങ്ങുന്നതിന് മുമ്പ് സാവിയോ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇതിനൊന്നും ഇല്ല, ഞാൻ കിട്ടുന്നിടത്ത് എങ്ങനെയും എനിക്കൊന്ന് സംസാരിക്കണം, അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം ദാറ്റ് ഇത് പറ്റിപ്പോയി എന്നൊക്കെ, ആ ഒരു മിസ്റ്റേക്ക്. വെയറാസ് വെട്രീനെയും റൈറ്റ് ബിഫോർ ദ ക്ലൈമാക്സ് നമ്മൾ കാണിക്കുന്നത് ഇസ് ദാറ്റ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട്സ് വരുന്നുണ്ട്. റാഫി സാറിന് ഫൽഗു ക്യാരക്ടറായിട്ട് സംസാരിച്ചതിന് ശേഷം ഓക്കെ ശരിയാ ഫൽഗു ആശം പറയുന്നു ഒന്നും വേണ്ട, കൊച്ചിനെ പറ്റി ഒന്ന് ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹീസ് തിങ്കിങ് ശരി കൊച്ചിനെ കൊണ്ട് എവിടെയെങ്കിലും പോയാലോ, ലൈക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് കൊച്ചു മാത്രം മതി. എന്നിട്ടാണ് ആ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കുന്നത് മറ്റേ അപ്പനല്ലേ മോളെ വാ എന്നൊക്കെ പറയുമ്പോ അതിന് നിങ്ങളല്ലല്ലോ അപ്പൻ. ആ ഒരു പെറ്റേണിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഒരു ഫൈനൽ ആ ഒരു സ്റ്റാബ് ഇൻ ദ ഹാർട്ട് പോലെ ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം ഇമാജിൻ ദാറ്റ്സ് ഹാപ്പനിങ് ഓൺ വെൻസ്ഡേ ആഫ്റ്റർനൂൺ. അതിനുശേഷം വെട്രിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫുൾ റേജ് ആണ്, ഇവനെ എനിക്ക് തീർത്തേ പറ്റുള്ളൂ. അതിന് ഇപ്പൊ സാവിയുടെ അടുത്തേക്ക് പോയാൽ നടക്കില്ല, ഫ്രൈഡേ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അതും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അവന് ഫൈറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നും എനിക്കറിയാം. അപ്പൊ അവനെ എങ്ങനെയാണ് കൊണ്ടുവരിക ഇങ്ങോട്ടേക്ക്? അതുകൊണ്ടാണ് വെട്രി ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ റിംഗ്. ഹീ സിറ്റ്സ് ഡൗൺ ഇൻസൈഡ് ദ റിംഗ് ആൻഡ് ഹീ സേസ് നിങ്ങൾക്ക് ഈ ഷോ നടത്തണമെങ്കിൽ, നിങ്ങളുടെയൊക്കെ ലൈവ്സ് മുന്നോട്ട് പോകണമെങ്കിൽ സാവിയോ ഇതിനകത്തേക്ക് കയറണം. അങ്ങനെയാണ് പിന്നെ ആ ഒരു ക്ലബും വിശാഖ് പൊളിക്കാൻ തുടങ്ങുമ്പോൾ സാവിയോ അങ്ങനെ വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ട് ഹീ കംസ് ഇൻ ഫോർ ദാറ്റ് ഫൈനൽ ഫൈറ്റ്. എന്നിട്ടാണ് സാവിയോന്റെ ഒരു വേറൊരു സൈഡും നമ്മൾ പിന്നീട് കാണിക്കുന്നത്. ദാറ്റ് ഇറ്റ് വാസ് അതിന്റെ ഒരു റിയാലിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഇമോഷൻസ് ആ ഒരു അടുത്തൊരു ഫ്രൈഡേ ഫൈറ്റ് ആയിട്ട് കാണിക്കായിരുന്നു. പക്ഷെ അത് പിന്നെയും ഒരു ഷോ പോലെ തന്നെ ഫീൽ ചെയ്തിരുന്നു. അതിലെ ഇമോഷൻസും ഒരു കുറച്ചൊരു ഷോ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അത് എനിക്ക് പേഴ്സണലി അത് ഐ വുഡന്റ് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതുകൊണ്ടായിരുന്നു മേക്ക് ഇറ്റ് വെരി റിയൽ, വെരി ഗ്രിറ്റി. അതുകൊണ്ട് തന്നെയായിരുന്നു ഫൈറ്റ് സാവി അവിടെ എത്തിയെന്ന് നാട്ടുകാർ അറിയുമ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി അങ്ങ് ഓടുന്നത്. അതിന്റെ ഒരു ബിൽഡപ്പ് ആണ് ദാറ്റ് ദിസ് ഇസ് വെരി റിയൽ ഫൈറ്റ്. എന്ത് പറ്റും, നമ്മുടെ പിള്ളേരാണ് ഇവന്മാരും, നമ്മുടെ ബോയ്സ് ആണ്, അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഭയങ്കര ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ഓടുന്നത്. അത് ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് ബീൻ ഏബിൾ ടു ക്രിയേറ്റ് ദാറ്റ് സോർട്ട് ഓഫ് ഒരു റിയാലിറ്റി, അത്രയും ഒരു ഇമോഷൻ വിത്ത് ജസ്റ്റ് ഫ്രൈഡേ ഫൈറ്റ്. പിന്നെ വന്നത് ഈ മമ്മൂക്കയുടെ ക്യാമിയനെ പറ്റി പറയുമ്പോൾ സിനിമ കഴിഞ്ഞ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ മമ്മൂക്കയുടെ ഫോട്ടോസ് ഭയങ്കര അധികം ലീക്കായിരുന്നു. ആ ഫോട്ടോസ് ലീക്ക് ആയത് ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന കാര്യം. കാരണം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം പുറത്ത് ലീക്കാവുന്നു, ഇൻക്ലൂഡിങ് സീൻസ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ സീൻസിന്റെ ക്രിറ്റിസിസം നേരെ വന്നത്. സോ ഇത് രണ്ടും ശരിക്കും എങ്ങനെ ആസ് എ ഡയറക്ടർ കുറച്ച് ദിവസത്തേക്ക് അത് ഭയങ്കരമായിട്ട് മെന്റലി അത് എന്തോരം എഫക്ട് ചെയ്തിട്ടുണ്ട്? സോ എനിക്ക് ക്യാമിയോന്റെ കേസ് നമ്മള്
നമ്മുടെ ടീമിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മള് ടീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഓപ്പൺ സീക്രറ്റ് പോലെ തന്നെ ആയിരുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് കൺഫേം ചെയ്യാണ്ടിരിക്കുക. വി ഹാവ് ഫൺ വിത്ത് ഇറ്റ്. ആൾക്കാർ അങ്ങനെ ഒന്ന് ടീസ് ചെയ്യാം. പക്ഷെ അവർക്കും അറിയാം, നമുക്കും അറിയാം. ദേ വിൽ കം, ദേ വോണ്ട് ടു സീ ദ ബിഗ് എം ഓൺ സ്ക്രീൻ. എനിക്കറിയായിരുന്നു, ഐ ഹാഡ് എ ഫീലിംഗ് ദാറ്റ് ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തു വരുമായിരിക്കും. അപ്പൊ നമ്മുടെ തിയേറ്റർ വിസിറ്റ്സിലൊക്കെ നമ്മൾ ഒരു തിയേറ്ററിൽ പോകുമ്പോഴും നമ്മൾ നേരത്തെ അവിടെ എത്തുമായിരുന്നു. അപ്പൊ ഒരു ക്ലൈമാക്സ് ഒക്കെ ഒന്ന് ഫുൾ കാണും. അപ്പൊ നമുക്കവിടെ സീൻ വരുമ്പോ തന്നെ ആൾക്കാർ ഇങ്ങനെ ഫോൺസ് ഇറ്റ് വാസ് സർപ്രൈസിങ്. പക്ഷെ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ ഐ വാസ് നോട്ട് വെരി സർപ്രൈസ് ഓൾസോ. പക്ഷെ എന്നാലും ഐ വിഷ് ദറ്റ് മോസ്റ്റ് പീപ്പിൾ ഗോട്ട് ടു വിറ്റ്നസ് ഇറ്റ് ഓൺ ദ ബിഗ് സ്ക്രീൻ ഫോർ ദ ഫസ്റ്റ് ടൈം. കാരണം ഒരു ക്രൗഡിന്റെ ഒപ്പം ഒരു വേറെ ഫീലിംഗ് തന്നെയാണ്. ബട്ട് യു ലിവ് ആൻഡ് ലേൺ. ആ ഒരു രീതിയിൽ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി നടന്നു. ക്രിറ്റിസിസം പോയിന്റ് ഓഫ് വ്യൂല് ശരിക്കും അതെങ്ങനെ ആസ് എ ഡയറക്ടർ കാണുന്നത്? ക്രിറ്റിസിസം പോയിന്റ് ഓഫ് വ്യൂല് എൻ്റെ അടുത്ത് ഇതേ പ്രശ്നം ഇപ്പൊ ഒബ്വിയസ്ലി കുറച്ച് ഹാഷ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ഓൺലൈൻ. അതേപോലെ എൻ്റെ അടുത്ത് അറിയുന്നവരും അറിയാത്തവരും നേരിട്ട് വന്ന് ഇതേ സാധനം എൻ്റെ അടുത്ത് ഒരു ഹെൽത്തി ക്രിറ്റിസിസം ഫോമിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ പോസിറ്റീവ് വേ ഐ സീ ദിസ് ഇൻ ഇസ് ദാറ്റ് പടത്തിന്റെ ഒരു 90% ഏകദേശം ആൾക്കാർക്ക് വർക്ക് ആയി എന്ന് പറയുന്നു. ഒരു 10% പ്രശ്നങ്ങൾ കാണും. ഇറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം ഓൾസോ ആഫ്റ്റർ ഓൾ. സോ ഇതൊക്കെ ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ ലെസൺസ് ആയിട്ട് തന്നെയാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ദാറ്റ്സ് ഹൗ ഐ വോണ്ട് ടു സീ ഇറ്റ് ഓൾസോ. ഫോർ മീ ടു ടേക്ക് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദി ഓഡിയൻസ്, ടു അപ്ലൈ ദാറ്റ് ഇൻ മൈ നെക്സ്റ്റ് ഫ്യൂ സ്ക്രിപ്റ്റ്സ് ആൻഡ് ദെൻ പ്രസന്റ് സംതിങ് ഈവൻ ബെറ്റർ ദൻ ദിസ്. ആ ഒരു ലെസൺ ആയിട്ട് തന്നെ അത് കാണാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര പേഴ്സണലി എടുക്കാൻ പോയാലും അൺഹെൽത്തി ആയിരിക്കും. പിന്നെ നമ്മളൊരു ഭയങ്കര ഡിപ്രസീവ് സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നു. റൈറ്റ് നൗ ഐ ആം സ്റ്റിൽ ഇൻ എ സ്റ്റേറ്റ് വെയർ ഐ ആം ഹാപ്പി വിത്ത് ദ ഓവറോൾ റിസെപ്ഷൻ. ഐ കാൺട്ട് വെയിറ്റ് ടു ജംപ് ഇൻ ടു ദ നെക്സ്റ്റ്. ആ ഒരു സ്പേസിലാണ്. മമ്മൂക്കയുടെയും സപ്പോർട്ടും ഒക്കെ ത്രൂ ഔട്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴും 2-3 ദിവസം മുമ്പ് കാണുമ്പോഴും ഇവിടെ കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഓവറോൾ ഈ ശരിക്കും ഇപ്പൊ ലാലേട്ടന്റെ ഏറ്റവും എക്സൈറ്റിംഗ് സ്റ്റേജിലാണ് ലാലേട്ടന്റെ കരിയറിൽ ഉള്ളതെന്നാ നമ്മൾ പറയാ. ലാലേട്ടനോട് ആക്ച്വലി കഥയൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു ഏകദേശം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സം ഓഫ് മൈ സ്ക്രിപ്റ്റ്സ് ഒക്കെ ഞാൻ ദയവായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് ഓൾ ദാറ്റ്. ഞാൻ ആക്ച്വലി ആക്ടേഴ്സിൻ്റെ അടുത്ത് ആദ്യം പിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റിന്റെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സ്റ്റോറിയുടെ തന്നെ പഴയ വേർഷൻ എനിക്കൊരു സ്ക്രിപ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഐ ഡോണ്ട് നോ ഹൗ ടു പിച്ച് സ്റ്റോറീസ് ഓൾ പ്രോപ്പർലി. ഐ ജസ്റ്റ് അസ്യൂം ദാറ്റ് ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പൊ ഞാൻ ഒരു അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ദിവസം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അപ്പോൾ ഹി വാസ് ആസ്കിങ് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു കഥയുണ്ട്, ലൈക്ക് കൻ ഐ ടെൽ യു എ ബിറ്റ്. പറഞ്ഞു. ഫാമിലി ഇങ്ങനൊരു റെസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ഞാനും ചേട്ടന്മാരൊക്കെ പണ്ട് ഇങ്ങനെ കുത്തി പറയത്തില്ലല്ലോ. ഓക്കെ ശരി. അപ്പൊ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് ക്ലബ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കോസ്റ്റ്യൂംസ് ഒക്കെ, എന്ത് കോസ്റ്റ്യൂംസ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി പുള്ളിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. He said a lot of good things. He said he pointed out my lack of clarity as well. That if you pitch or even when you make a story, ഒരാളുടെ അടുത്തേക്ക് നമ്മൾ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, എസ്പെഷ്യലി നീ ഒരു ഡയറക്ടറായിട്ട് പോകുമ്പോൾ, they should be able to see utmost clarity in your eyes. എന്ന് വെച്ച് നീ വേറെ തരുന്ന ഐഡിയാസിലേക്ക് ക്ലോസ്ഡ് ഓഫ് ആവണമെന്നല്ല, ബട്ട് ക്ലാരിറ്റി കാണാൻ പറ്റും. അതിലാണ് ആക്ടേഴ്സ് ഒരു ഡയറക്ടറിനെ ബിലീവ് ചെയ്യാൻ തുടങ്ങുന്നത്. ദേ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ദാറ്റ് പേഴ്സൺ. അത് ഞാൻ സിൻസ് ദെൻ ഐ ഹാവ് ക്യാരി ദാറ്റ് വിത്ത് മീ. ഞാൻ ഇപ്പോഴും ഒരു കഥ ആരുടെടുത്തെങ്കിലും പിച്ച് ചെയ്യാൻ പോകുമ്പോഴും അതിപ്പോൾ എൻ്റെ ആക്ടേഴ്സ് ആണെന്ന് തന്നെ ഇല്ല. ഇഫ് ഐ നീഡ് ടു മേക്ക് എ ഗ്രേറ്റ് പിച്ച്, ഐ ഹാവ് ടു ഹാവ് ക്ലാരിറ്റി. എനിക്ക് ജസ്റ്റ് ഒരു ത്രെഡ് ഉണ്ടാക്കിയിട്ട് എനിക്ക് പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ഐ ഹവ് സീൻ പീപ്പിൾ ലൈക്ക് ദാറ്റ് ഹു ടെൽ സ്റ്റോറീസ് ബ്യൂട്ടിഫുള്ളി വിതൗട്ട് ബിൽഡിംഗ് ഇറ്റ് ഫുള്ളി. ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെയൊക്കെ കുറെ ലെസൺസ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഇടയ്ക്കും കൂടെ ഞാൻ നമ്മുടെ ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല, മറ്റേ ഞെക്കടാന്നൊക്കെ പറയുന്നത്. ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ട്രെയിലർ കാണിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന്. ഈ റിയലി ലൈക്ഡ് ഇറ്റ്. അപ്പോൾ ഐ വാസ് ടെല്ലിങ് സോറി, എനിക്ക് നേരത്തെ വന്ന് കാണിക്കാൻ പറ്റാത്ത പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, ഭയങ്കര ലേറ്റ് ആണ്. ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യണ്ടേ? ഇത്രയും ലേറ്റ് ആയിട്ടാണോ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണ്ടേ? ഇതൊക്കെ നേരത്തെ തീർത്ത് വെക്കണ്ടേ? ഇതിനൊക്കെ പ്ലാൻ ചെയ്യേണ്ടതൊക്കെ നിനക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ.
ശരിയാണ്. സോറി. ലാലേട്ടന് ആക്ച്വലി ലാലേട്ടൻ വെച്ച് പടം പ്ലാൻ മനസ്സിലുണ്ട് ശരിക്കും. ഗ്രോ വാച്ചിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ 79-70 ആ ടൈമിൽ കേരള സ്റ്റേറ്റിൽ റെസ്ലിംഗ് ചാമ്പ്യൻ ഉണ്ടായിരുന്നു. മോഹൻലാലിനായിരുന്നു ആ ചാമ്പ്യന്റെ പേര്. ആ സൈഡ് ഓഫ് സ്റ്റോറീസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ എനിക്ക് ആ ഒരു സൈഡ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റിയാൽ ഗ്രേറ്റ്. ബട്ട് എനിക്ക് നമ്മുടെ ലാലേട്ടനെ വെച്ചൊരു കിടന്ന സാധനം സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതിന്റെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ഡിസേർവിംഗ് ഓഫ് ദിസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പോലും ഒട്ടും ഡിസേർവിംഗ് അല്ല. ഫസ്റ്റ് ടൈം ഫിൽം മേക്കർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ബട്ട് ഇവരൊക്കെ പുതിയ ഫിൽം മേക്കേഴ്സിനെ എൻകറേജ് ചെയ്യുന്നതാണ്. അതിലാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉള്ളത്. എന്തെങ്കിലും സാധനം പിച്ച് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ലാലേട്ടൻ യെസ് പറയും. ഒരു അടിപൊളി പടം സംഭവിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ വെൻ, ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ്. നെക്സ്റ്റ് പ്രൊജക്ട് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. യെസ്. അതിപ്പോ പക്ഷെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ആണ് നോക്കുന്നത്. ഐ ഹാവ് സം ഗ്രേറ്റ് പീപ്പിൾ helping me out with 2 different stories. അതിപ്പോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. ഏത് ടേക്ക് ഓഫ് ചെയ്യുന്നു ആദ്യം. അപ്പോ ഈ പറഞ്ഞ പോലെ 2024 ഫസ്റ്റ് ഹിറ്റാണ് ശരിക്കും ചത്താപ്പച്ച. അപ്പോ അതിനെല്ലാവിധ എന്താ പറയണ, ഞാൻ അങ്ങനത്തെ ഒരു സിനിമ തോട്ട് തന്നതിന് ഭയങ്കര താങ്ക് യു. കാരണം ആ ഒരു തോട്ട് ആരും വിചാരിച്ചില്ല ശരിക്കും അങ്ങനത്തെ ഒരു സ്റ്റോറി ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇനിയും അത്തരത്തിൽ ഭയങ്കര വെറൈറ്റി സ്റ്റോറീസ് ഞങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈം ബീങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Thank you.